സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വിദഗ്ധ ഉപദേശം സ്വീകരിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സൈബർ അധിക്ഷേപ കേസിലെ മറ്റൊരു പ്രതിയായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഹരീഷ്ണ തന്നെ നൽകും ഇതിന്റെയും വിശദാംശങ്ങൾ. ഹരി, പറയൂ, എന്താണ് വിശദവിവരങ്ങൾ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ അകത്താണ്. ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നുള്ളൊരവസ്ഥയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഈശ്വറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഇന്നലെ കോടതി ജാമ്യം നിഷേധിച്ച സമയത്ത് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു താൻ ജയിലിൽ നിരാഹാരം ഇരിക്കും. അത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ജയിൽ അധികൃതരുമായി ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഭക്ഷണമൊന്നും രാഹുൽ ഈശ്വർ കഴിച്ചിട്ടില്ല, വെള്ളം മാത്രം മതി എന്ന് ആവശ്യം പറയുകയായിരുന്നു. ഇനിയിപ്പോൾ രാഹുൽ ഈശ്വറിന്റെ മുന്നിലുള്ളത് മറ്റ് കൂടുതൽ നടപടികളിലേക്ക് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനായിട്ട് ഇന്നലെ ACJയും കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. രണ്ട് വഴിയുണ്ട്. ഒന്ന്, ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യ ഹർജി ഫയൽ ചെയ്യാം ഇന്ന് തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം മുമ്പൊരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അതായത് കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ സെഷൻസ് കോടതിയിൽ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഹൈക്കോടതിയിലേക്ക് എത്താവൂ എന്നുള്ള ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ഇന്ന് പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്.